ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളിതാ വല്ലാർപാടത്ത് പോകാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഞാനും ഉണ്ട്, കീർത്തനയും ഉണ്ട്. ഞങ്ങൾ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നാണ് ബസ് കയറുന്നത്. കുറേ നേരമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു വണ്ടി ഉണ്ടായിരുന്നു, അതിനകത്ത് തിരക്ക് കാരണം കുറേ നേരം വെയിറ്റ് ചെയ്തു, വണ്ടിയൊന്നും കാണാനില്ല. മടുത്തു ഞാൻ മടുത്തു. പക്ഷെ വയ്യാത്തത് വിളിക്കുക. അത് ശരിയാ, കുറെ നേരം നിൽക്കണ വണ്ടി കാണാനില്ല. ആദ്യം ഒരു ബസ് വന്നതാ, അപ്പൊ ഈ പെണ്ണുണ്ടല്ലോ അതിനകത്ത് തിരക്കാന്ന് പറഞ്ഞിട്ട് കയറ്റാണ്ട് ഇരുന്നിട്ട് ഇപ്പൊ വണ്ടി പറഞ്ഞില്ല. അതുകൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാം. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോഴത്തേനും ബസ് വന്നു. പിന്നെ കീർത്തന പറഞ്ഞതുപോലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിതാ ഡ്രൈവറിൻ്റെ അടുത്ത് തന്നെയുള്ള ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നു. ഒരാൾക്ക് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് വല്ലാർപാടം പള്ളിയിലേക്ക് 13 രൂപയാണ് ചാർജ്. പോകുന്ന വഴിയിൽ നല്ല രസകരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതാ യാത്ര തിരിച്ചു. കീർത്തന ആദ്യമായിട്ടാണ് കേട്ടോ വല്ലാർപാടം പള്ളിയിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്നൊക്കെ ഫാമിലി ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ബസ് നിർത്തും. പിന്നെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ. വല്ലാർപാടം പള്ളിക്ക് ഒരുപാട് ചരിത്രം പറയാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള 9 മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒന്നാണ് വല്ലാർപാടം പള്ളി എന്ന് പറയുന്നത്. 1524 പോർച്ചുഗീസുകാരാണ് ഈ പള്ളി സ്ഥാപിച്ചത്. അതിനുശേഷം 2004 കേന്ദ്ര സർക്കാർ ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് വല്ലാർപാടം പള്ളിയെ പ്രഖ്യാപിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ചരിത്രം എഴുതിയിരിക്കുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ നേർച്ചകളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതുമായിട്ടുള്ള ബോർഡുകൾ നമുക്ക് പല സ്ഥലത്തായിട്ട് കാണാം. അതെല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അങ്ങനെ പുറത്ത് വെച്ച് തന്നെ അവിടെ എഴുതിയിരിക്കുന്ന ബോർഡുകളിൽ നിന്ന് പള്ളിയുടെ ചരിത്രം അതുപോലെ തന്നെ ഇവിടെ നടത്തുന്ന നേർച്ചകളുടെ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ പള്ളിയിലേക്ക് വന്നു കേട്ടോ. പള്ളിയിൽ ഞങ്ങൾ ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ ഇരുന്ന് സമാധാനമായിട്ട് പ്രാർത്ഥിച്ചു കുറച്ച് നേരം. ഞങ്ങളുടെ നോമ്പിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് പള്ളിയിൽ ഇന്ന് കുരിശിൻ്റെ വഴി പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വന്നു. ഇത് ഇവിടുത്തെ ഒരു നേർച്ചയുടെ ഭാഗമാണ് കേട്ടോ, മുറ്റമടിച്ച് വരിക എന്നുള്ളത്. ഓരോ നേർച്ചകൾ ചെയ്യുമ്പോഴും ആ നേർച്ച എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വിശ്വസിച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു നേർച്ചയ്ക്ക് ഒരു പൂർണ്ണത ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാനും അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. അങ്ങനെ പള്ളിയുടെ പുറത്തായിട്ട് മെഴുകുതിരി കത്തിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വന്ന് ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു കുരിശും അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ പള്ളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ കുറച്ച് നേരം വന്ന് ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ടു. പള്ളിയുടെ മുമ്പിലുള്ള നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത്. അങ്ങനെ പള്ളിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിതാ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വന്നതുപോലെ തന്നെ നമ്മുടെ ബസ് എന്ന് പറയുന്നത് ഹൈക്കോർട്ട് ജംഗ്ഷനിലാണ് നിർത്തുക. അതിനുശേഷം ഞങ്ങൾക്ക് പോകേണ്ടത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്ന് ഞങ്ങളുടെ നാടായ തൃശ്ശൂരിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.